ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയാണ്, സുഖമല്ലേ? നമ്മൾ ഈ എന്താ പറയുക, ഖുറാനിലെ സൂറത്തുകളൊക്കെ സൂറത്തിൻ്റെ നമ്പറൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വെക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യം കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ കുറച്ച് സൂറത്ത് പെട്ടെന്ന് നമുക്ക് നമ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് സൂറത്ത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും, പിന്നെ ഏതെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമാവുമല്ലോ. അത് ചിലപ്പോൾ ക്വിസിലൊക്കെ അപ്പോൾ അടുത്തൊരു ക്വിസിനെ ഇതിലായപ്പോൾ അവിടെ ഒരു ചോദിച്ചു നമ്മൾ അതിൻ്റെ അടുത്ത സൂറത്ത് ഏതാ നമുക്ക് ചോദിച്ചപ്പോഴേ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിലുള്ള നമ്മൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഇതാണ് കേട്ടോ. അതൊക്കെ ഉപകാരമാകുമെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഞാൻ 78ാമത്തെ സൂറത്ത് നബ്. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 78 ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഫസ്റ്റത്തെ ഖുറാനിലെ ഫസ്റ്റത്തെ പേജിൻ്റെ ലാസ്റ്റിക്കാണ്, ആ ഫസ്റ്റ് പേജിൻ്റെ ലാസ്റ്റിക്കാണ് നരകത്തിനെ കുറിച്ച് പറയുന്നത്. നരകത്തിൻ്റെ ഭക്ഷണങ്ങൾ ബാക്കിയുള്ള കാര്യം. പിന്നെ അടുത്ത മുത്തഖീങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത് ഇങ്ങനെ പോണ് സ്വർഗത്തിൻ്റെ ഇത് പറയണം. അപ്പോൾ ഫസ്റ്റ് നരകത്തിന് എത്ര വാതിലുകൾ? 7 വാതിലുകൾ. സ്വർഗത്തിന് 8 വാതിലുകൾ. അപ്പോൾ 78 അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത സൂറത്ത് 17ാമത്തെ സൂറത്ത് എടുക്കണം. 17ാമത്തെ സൂറത്ത് ഇസ്രാ ആണ്. അങ്ങനെ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ 17 പറയുമ്പോൾ ഒന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശം കഴിഞ്ഞിട്ടാണ് ഇസ്രാ മിഅ്റാജ് യാത്ര ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ അള്ളാഹുവിൻ്റെ അവിടെ ഇത് പോയ അപ്പോൾ 1 എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശം കഴിഞ്ഞ, അപ്പോൾ 17 കണക്ട് ചെയ്യാം. പിന്നെ ഹജ്ജ് സൂറത്ത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഹജ്ജ് 22ാമത്തെ സൂറത്ത്. അങ്ങനെ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെല്ലാ മിക്ക ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് നമ്മളെ മാതാപിതാക്കളെ ഉപ്പനൊക്കെ ഒരു ഹജ്ജ് ഉംറയൊക്കെ ചെയ്യിക്കുക എന്നുള്ളൊരു നല്ലൊരു ആഗ്രഹമാണല്ലോ. ഇപ്പോൾ ഉപ്പ രണ്ടാളുണ്ടല്ലോ, അപ്പോൾ 2 അപ്പോൾ 22 അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ അതേമാതിരിയാണ് ഇപ്പോൾ നമ്മളെ എന്താ പറയുക, റഹ്മാൻ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ റഹ്മാനിലെ പദങ്ങൾ നോക്കും, ഓരോ അക്ഷരങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ റ, ഹ, മ, പിന്നെ അലിഫ്, ന, അപ്പോൾ 5 അക്ഷരങ്ങൾ. അപ്പോൾ 5 അങ്ങനെ കണക്ട് ചെയ്യുക. റഹ്മാൻ 55. അതേമാതിരിയാണ് സൂറത്ത് റൂം അതേമാതിരി അക്ഷരം വെച്ചാൽ റൂം മലയാളത്തിൽ എഴുതുമ്പോഴും 3 സാധനം ഉള്ളത്, ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും മലയാളത്തിൽ എഴുതുമ്പോൾ 3 അങ്ങനെയൊക്കെ, ഇംഗ്ലീഷിൽ 3 ഉണ്ട്. ആ 3 ലെറ്റേഴ്സാണ് 2 ഓ വരുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ 3 അക്ഷരങ്ങളൊക്കെ കണക്ട് ചെയ്യുക. പിന്നെ അടുത്താണ് ഖാഫ് 50ാമത്തെ സൂറത്ത്. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ജസ്റ്റ് ഒരു ട്യൂണ് മാറ്റി കൊടുത്താൽ നമുക്ക് ഞാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാം പെർസെൻറ്റേജിലല്ലേ പറയുക, 100%. നേരെ അതിൻ്റെ ഹാഫ് ഏതാ, 50 അല്ലേ 100-ൻ്റെ. അപ്പോൾ ഹാഫ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഹാഫ് 50ാമത്തെ സൂറത്ത് പെട്ടെന്ന് കത്തും. അപ്പോൾ പെട്ടെന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്താണ് 12ാമത്തെ സൂറത്ത് യൂസുഫും യൂനുസും ആൾക്കാർക്ക് മാറില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ യൂസുഫ് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളല്ലേ. അപ്പം 12 ഇപ്പോൾ സുബ്ഹാനല്ലാഹിൻ്റെ ഒരു ഇതാട്ടോ നമ്പറുമേൽ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കേട്ടോ. കുറേ സാധനങ്ങൾ അങ്ങനെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അള്ളാഹ് കുറേ നമ്പറുമേൽ കുറേ ഇത് ഉണ്ടല്ലോ, കുറേ ആയത്തുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 12 മക്കൾ യൂസുഫ് നബി, ആ സൂറത്ത് യൂസുഫ് അതേമാതിരി. ഇപ്പോൾ യൂനുസ് നബിനെ എങ്ങനെ ആലോചിക്കുക, യൂനുസ് നബിൻ്റെ സൂറത്ത് യൂസുഫ് ഇനി സൂറത്ത് യൂനുസ് 10ാമത്തെ സൂറത്താണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ആ 10 ഒന്ന് പറഞ്ഞ ഒരാൾ യൂനുസ് നബി. 0 എന്നുള്ളത് എന്താ വെച്ചാൽ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ മത്സ്യത്തിൻ്റെ ആലോചിച്ച് വെക്കുക. 1 10 വേഗം കിട്ടില്ല നമുക്ക്. വേഗം 1 0 എന്നാകുമ്പോൾ ആ വയറിന് റൗണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചു. പിന്നെ 4ാമത്തെ സൂറത്ത് നിസാ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇസ്ലാമിൽ ഒരാൾക്ക് വിവാഹം ചെയ്യാൻ മാക്സിമം 4 ആൾക്കാരാണല്ലോ. നിസാ സ്ത്രീകൾ, അപ്പോൾ 4 ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ സൂറത്ത് നെജിമ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. നെജിമ് 53ാമത്തെ സൂറത്താണ്. അപ്പോൾ 5/3 ഇടുക. 5/3 നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് മനസ്സിലിങ്ങനെ വെക്കുക. എന്ന് വെച്ചാൽ 5 നമസ്കാരം ഉണ്ട് നമുക്കൊരു ദിവസം. അതിൽ 3 നക്ഷത്രം വരും. ഒരു ഐഡിയൽ കേസ് പറയാം കേട്ടോ. 3 പറഞ്ഞാൽ മഗ്‌രിബ് സ്റ്റാർട്ട് ചെയ്താൽ നക്ഷത്രം വരും. ഇശാന് ചിലപ്പോൾ നക്ഷത്രം ഉണ്ടാവും, സുബൈക്ക് ഉണ്ടാവും ചിലപ്പോൾ. നക്ഷത്രമാണ് നെജിമ്. അപ്പോൾ നെജിമ് നക്ഷത്രം. അപ്പോൾ 5-ൽ 3 രാവിലെ 1 നക്ഷത്രം ഉണ്ട് അവിടെ, പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്തതാണ്, പക്ഷെ കാണുന്നതാണ് നെജിമ്. ഓക്കെ. പിന്നെ അടുത്തതാണ് സൂറത്തുൽ മുൽക്ക്. അത് നമുക്ക് എപ്പോഴും ആവശ്യമില്ല, നമ്മൾ എല്ലാവരും ഓതുന്നുണ്ട്. അപ്പോൾ 67ാമത്തെ സൂറത്താണ്. പൊതുവേ ഈ മുൽക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രാത്രിയാണല്ലോ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി ഇതാണ് ടൈമാണല്ലോ. അപ്പോൾ ആ രാത്രി സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴാണ്, നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞിട്ടല്ലോ. മഗ്‌രിബ് ഏകദേശം നമ്മളതിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു 6 TAയിലാണല്ലോ ടൈം ഉണ്ടല്ലോ. 6 TA 67ാമത്തെ സൂറത്ത്. 6 മണി TAൻ്റെ ഉള്ളിലാണോ. അപ്പോൾ 67ാമത്തെ സൂറത്ത് മുൽക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, 24ാമത്തെ സൂറത്ത് നൂർ. അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് 24 മണിക്കൂർ ഈ ഫോണുമ്മലാണ് കളിക്കുന്നത്. 24 മണിക്കൂർ ഫോൺ പറഞ്ഞാൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റാണല്ലോ, ബ്ലൂ ലൈറ്റ്.
അപ്പം ലൈറ്റ് പറയുമ്പോൾ 100 സൂറത്ത് 100 24 മണിക്കൂർ 24ാമത്തെ സൂറത്ത് അങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സ് തോന്നി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇനി വേറെ ഏതെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.